ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ നൗൺ ക്ലോസസ് എന്നുള്ള ചാപ്റ്ററാണ്. നൗൺ ക്ലോസ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ക്ലോസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഫ്രേസസ് ആണ് പഠിച്ചത്. ഫ്രേസസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അത് ഒരു സെന്റൻസിൽ ക്ലോസിനേക്കാൾ ചെറുതായിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതിന് വേർബ് ഉണ്ടായിരിക്കുകയില്ല എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രേസിനേക്കാൾ വലിയൊരു കൺസ്ട്രക്ഷൻ ആണ്. കുറച്ചും കൂടെ മീനിങ് കൺവേ ചെയ്യുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്, ദ ക്ലോസ്. എന്താണ് ക്ലോസ്? എ ക്ലോസ് ക്യാൻ ബി ഡിഫൈൻഡ് as a unit of grammatical organization next below the sentence in rank, and it is said to consist of a subject and a predicate. ഒരു സെന്റൻസിന്റെ തൊട്ട് താഴെയുള്ള കൺസ്ട്രക്ഷനെയാണ് നമ്മൾ ക്ലോസ് എന്ന് വിളിക്കുന്നത്. സെന്റൻസിന് കംപ്ലീറ്റ് മീനിങ് ആണ് കൺവേ ചെയ്യാൻ സാധിക്കുക. സെന്റൻസിന്റെ അത്രയും മീനിങ് കൺവേ ചെയ്യുന്നില്ല എങ്കിലും സെന്റൻസിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന മീനിങ് ഫുൾ യൂണിറ്റ് ആണ് ക്ലോസ് എന്ന് പറയുന്നത്. അതിൽ ഒരു സബ്ജക്റ്റും ഉണ്ടാകും, ഒരു പ്രെഡിക്കേറ്റും ഉണ്ടാകും. ഫ്രേസിന് ഇല്ലാത്തതും ഇത് തന്നെയാണ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെന്റ് വേർബ് ആണെന്ന് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്നു. അപ്പോൾ ക്ലോസിന് സ്വന്തമായ ഒരു സബ്ജക്റ്റ് ഉണ്ടാകും, ഒരു പ്രെഡിക്കേറ്റ് ഉണ്ടാകും. അത് സെന്റൻസ് എന്നുള്ള ഏറ്റവും വലിയ മീനിങ് ഫുൾ കൺസ്ട്രക്ഷന്റെ തൊട്ട് താഴെ നിൽക്കുന്ന മീനിങ് ഫുൾ കൺസ്ട്രക്ഷൻ ആണ്. ഇനി ക്ലോസിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും ഡിപെൻഡന്റ് ക്ലോസ് എന്നും. ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ആ നെയിം സിഗ്നിഫൈ ചെയ്യുന്നത് പോലെ ഒറ്റയ്ക്ക് മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കുന്ന ക്ലോസിനെയാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. An independent clause can express a complete thought, so it is also called as a stand-alone sentence. അതിനൊരു കംപ്ലീറ്റ് തോട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് അതിനെ ചിലപ്പോൾ നമ്മൾ സ്റ്റാൻഡ് അലോൺ സെന്റൻസ് എന്ന പേരിലും വിളിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദ സെന്റൻസ്, our planets revolve around the sun. പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്യുന്നത്. എന്താണ് ആ സെന്റൻസിന്റെ മീനിങ്? ആ സെന്റൻസിൽ our planets revolve എന്ന ഭാഗം നോക്കുക. അത്രയും നമ്മൾ ഒറ്റയ്ക്ക് എടുത്താലും ഒരു കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? our planets എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഉണ്ട്, റിവോൾവ് എന്ന് പറയുമ്പോൾ ആക്ഷൻ ആണ്, വേർബ് ആണ്. അപ്പൊ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വന്നു കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് മീനിങ് അവിടെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് അതൊരു ക്ലോസ് ആണ്. അതൊരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ സെന്റൻസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. സോ our planets revolve എന്നുള്ള ഭാഗം ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ആ സെന്റൻസിൽ കുറച്ച് ഭാഗം കൂടിയുണ്ട്, അല്ലെ? our planets revolve around the sun. ആ around the sun എന്നുള്ള പാർട്ട് ശരിക്കും ആ സെന്റൻസിലെ ഒരു സപ്പോർട്ടിംഗ് പാർട്ടാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിന് ഒറ്റയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ മീനിങ് ഒരിക്കലും കൺവേ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ആ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസിനോട് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് മീനിങ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇൻഡിപെൻഡന്റ് ക്ലോസിനോട് ചേർത്ത് വെക്കുന്ന ക്ലോസിനെയാണ് നമ്മൾ ഡിപെൻഡന്റ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. So a dependent clause is usually a supporting part of a sentence, and it cannot stand by itself as a meaningful unit. For example, the second part of the same sentence, our planet revolve around the sun. The part around the sun is just a supporting part subordinated to the independent clause, our planets revolve. ഇതാണ് ഇൻഡിപെൻഡന്റ് ക്ലോസും ഡിപെൻഡന്റ് ക്ലോസും തമ്മിലുള്ള വ്യത്യാസം. ഇൻഡിപെൻഡന്റ് ക്ലോസിന് ഒറ്റയ്ക്കൊരു തോട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സ്വന്തമായിട്ടൊരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ടായിരിക്കും. ഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന് ഒറ്റയ്ക്ക് മീനിങ് കൺവേ ചെയ്യാൻ സാധിക്കില്ല. അത് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസുമായിട്ട് ചേർത്ത് വെക്കുമ്പോഴാണ് അതിന് മീനിങ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ക്ലോസ് അനാലിസിസിലേക്ക് പോവാം. ക്ലോസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഓഫ് ഡിവൈഡിങ് സെന്റൻസസ് ഇൻ ടു മെയിൻ ആൻഡ് ഡിപെൻഡന്റ് ക്ലോസസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ക്ലോസസിനെ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആയിട്ടും ഡിപെൻഡന്റ് ക്ലോസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ക്ലോസ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സെന്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഏതാണ്, അതിലെ ഡിപെൻഡന്റ് ക്ലോസ് ഏതാണ് എന്ന് നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ക്ലോസ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇൻഡിപെൻഡന്റ് ക്ലോസിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ല, ഡിപെൻഡന്റ് ക്ലോസസ് ആണ്. There are mainly 3 different types of dependent clauses. മെയിനായിട്ട് 3 തരത്തിലുള്ള ഡിപെൻഡന്റ് ക്ലോസസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ടൈപ്പാണ് നൗൺ ക്ലോസ്, രണ്ടാമത്തേത് ആഡ്വർബ് ക്ലോസ്,
മൂന്നാമത്തത് ആഡ്ജക്റ്റീവൽ ക്ലോസ് അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് എന്ന് നമ്മൾ പറയും. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Now what is a noun clause? Noun clause-നെ ഡിഫൈൻ ചെയ്യാൻ വളരെ ഈസിയാണ്. Clauses that perform the duty of a noun are called noun clauses. സിമ്പിൾ ആണ്. ഒരു സെന്റൻസിൽ നൗണിന്റെ ഡ്യൂട്ടി പെർഫോം ചെയ്യുന്ന ക്ലോസസിനെയാണ് നമ്മൾ നൗൺ ക്ലോസസ് എന്ന് വിളിക്കുന്നത്. നൗണിന്റെ ധർമ്മം നിർവഹിക്കുന്ന ഉപവാക്യത്തിനെയാണ് നമ്മൾ നൗൺ ക്ലോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നൗൺ ക്ലോസസിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുന്നേ നൗണിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പഠിക്കാം. ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. എങ്കിലും നൗൺ എന്താണ്? നൗൺ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൻ്റെയോ ഒരു പ്ലേസിൻ്റെയോ ഒരു ഒബ്ജക്റ്റിൻ്റെയോ ഒരു ക്വാളിറ്റിയുടെയോ ഒക്കെ പേരാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ ഒക്കെ പേരാണ് നൗൺ എന്ന് പറയുന്നത്, നാമം. ഇനി നൗണിന് പല തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, നൗണിന്റെ പല തരത്തിലുള്ള ഫങ്ഷൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കുക. ബ്രിട്ടാനിയ റൂൾസ് ദ വേവ്സ്. ബ്രിട്ടാനിയ എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് അല്ല, അതൊരു കൺട്രിയാണ്, ദ ഗ്രേറ്റ് ബ്രിട്ടൻ. അതിനെയാണ് ബ്രിട്ടാനിയ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടാനിയ റൂൾസ് ദ വേവ്സ്. ഈ സെന്റൻസ് ഒന്ന് നോക്കുക. ഇതിൽ 2 നൗൺസ് ഉണ്ട് അല്ലേ? ബ്രിട്ടാനിയ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയുടെ പേരായതുകൊണ്ട് അതൊരു നാമമാണ് അല്ലെങ്കിൽ നൗണാണ്. അതുപോലെ വേവ്സ്, അതും ഒരു നൗണാണ്. പക്ഷേ ഈ 2 നൗൺസും വന്നിരിക്കുന്ന പൊസിഷൻ കണ്ടോ? ആരെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് ഏതാണ്? ബ്രിട്ടാനിയ ആണ്. ബ്രിട്ടൻ എന്നുള്ള കൺട്രിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബ്രിട്ടാനിയ ആണ് അവിടെ സബ്ജക്റ്റ്. ബ്രിട്ടാനിയ എന്താണ് ചെയ്യുന്നത്? റൂൾസ്. അത് വേർബാണെന്ന് നമുക്കറിയാം. ആരെയാണ് റൂൾ ചെയ്യുന്നത്? ദ വേവ്സ്. ആക്ഷൻ കൊണ്ട് നേരിട്ട് ഇമ്പാക്റ്റഡ് ആകുന്നത് ദ വേവ്സ് ആണ്. അതുകൊണ്ട് ദ വേവ്സ് എന്നുള്ളത് ആ വേർബിന്റെ, ആ ആക്ഷന്റെ ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഓൾറെഡി സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണെന്നറിയാം, SVO ആണ്. അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇപ്പൊ ബ്രിട്ടാനിയ സബ്ജക്റ്റും വേവ്സ് ഒബ്ജക്റ്റുമാണ്, രണ്ടും നൗൺസ് ആണ്. അപ്പൊ നോക്കുക, ഒരേ സെന്റൻസിൽ തന്നെ നൗൺ ചെയ്യുന്ന ഫംഗ്ഷൻ കണ്ടോ? 2 ഫംഗ്ഷൻ ആണ്. ഒന്ന് സബ്ജക്റ്റ് ആയിട്ടും അതിന് ആക്ട് ചെയ്യാം, 2 ഒബ്ജക്റ്റ് ആയിട്ടും അതിന് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു സെന്റൻസ് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നൗണിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലുക്ക് അറ്റ് ദ സെന്റൻസ്. സാൻചോ പാൻസ വാസ് എ ബാർബർ ബിഫോർ ഹി ടേൺഡ് എ ഫോളോവർ ഓഫ് ഡോൺ ക്വിഹോട്ടെ. മിഗ്വൽ ഡി സെർവാന്റേസിന്റെ ഫേമസ് നോവലായ ഡോൺ ക്വിഹോട്ടയിലെ 2 ക്യാരക്ടേഴ്സ് ആണ് ഈ സാൻചോ പാൻസയും ഡോൺ ക്വിഹോട്ടയും. ഓക്കെ, അപ്പോൾ 2 പേരും നൗൺസ് ആണെന്നുള്ളത് ഇപ്പോൾ ഐഡിയ കിട്ടിക്കാണും. ആ സെന്റൻസ് ഒന്ന് നോക്കുക. ഈ 2 നൗൺസ് മാത്രമല്ല, വേറെ നൗൺസ് അതിലുണ്ട്. സാൻചോ പാൻസ വാസ് എ ബാർബർ ബിഫോർ ഹി ടേൺഡ് എ ഫോളോവർ ഓഫ് ഡോൺ ക്വിഹോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സബ്ജക്റ്റ് ഏതാണ്? സാൻചോ പാൻസയാണ് അല്ലേ? ഹെഡ് വേർഡ് എന്ന് പറയുന്നത് സാൻചോ പാൻസയാണ്. കാരണം സാൻചോ പാൻസയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സാൻചോ പാൻസ എന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സാൻചോ പാൻസ ആദ്യം ഒരു ബാർബറായിരുന്നു, പിന്നീട് ഡോൺ ക്വിഹോട്ടയുടെ ഫോളോവർ ആയി എന്നൊരു മീനിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡോൺ ക്വിഹോട്ടയുടെ ഫോളോവർ ആകുന്നതിന് മുന്നേ, അനുയായി ആകുന്നതിന് മുന്നേ അയാളൊരു ബാബർ ആയിരുന്നു. അയാളുടെ തൊഴിൽ ബാബർ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സാൻചോ പാൻസ തന്നെയാണ് ഇത് രണ്ടുമായിട്ടുള്ളത് അല്ലേ? ബാബർ ആയിട്ടുള്ളതും ഫോളോവർ ആയിട്ടുള്ളതും സാൻചോ പാൻസ തന്നെയാണ്. അതുകൊണ്ട് സാൻചോ പാൻസയുടെ കോംപ്ലിമെന്റ്സ് ആണ് ബാബറും ഫോളോവറും എന്ന് നമുക്ക് പറയാം. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നൗണോ ഒരു ഫ്രേസോ എന്തുമാകാം, പക്ഷെ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് സബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെയോ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. കോംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഹിയർ സാൻചോ പാൻസ വാസ് സംതിങ് ബിഫോർ ഹി ടേൺഡ് സംതിങ് എന്ന് പറയുമ്പോൾ രണ്ടും സാൻചോ പാൻസയെ പറ്റി തന്നെയാണ്. അയാൾ എന്തോ ആയിരുന്നു എന്ന് പറയുന്നത് അയാളെ കോംപ്ലിമെന്റ് ചെയ്യുകയാണ്, അയാളെ സപ്പോർട്ട് ചെയ്യുകയാണ്, അയാളെ പറ്റി ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് അല്ലേ? അവിടെ ഡോൺ ക്വിഹോട്ടെ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണെങ്കിലും സാൻചോ പാൻസയെ പറ്റിയാണ് ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ആ സെന്റൻസിൽ ടോട്ടൽ 4 നൗൺസ് ഉണ്ട്. അതിൽ സാൻചോ പാൻസ സബ്ജക്റ്റാണ്, ഡോൺ ക്വിഹോട്ടെ ഒബ്ജക്റ്റ് ആണ്. പക്ഷേ സാൻചോ പാൻസയെ തന്നെയാണ് ബാബർ എന്നും ഫോളോവർ എന്നുമുള്ള കോംപ്ലിമെന്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെന്റൻസിൽ നൗൺ എങ്ങനെയാണ് സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു നൗണിന് ഒരു സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. ഇനി ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.
ഐ കൺസിഡർ ജോൺ മൈ മെൻറ്റർ. അതായത് ഞാൻ ജോണിനെ എൻ്റെ മെൻറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, കണക്കാക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സെൻറ്റൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈസിലി സബ്ജക്റ്റ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഐ എന്നുള്ള പ്രോനൗണാണ് അവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്, അല്ലേ? ആരാണ് കൺസിഡർ ചെയ്യുന്നത്? ഐ ആണ്. ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്? ജോണിനെയാണ്, അല്ലേ? അപ്പോൾ ജോൺ ആണ് അവിടെ ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ജോണിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? മൈ മെൻറ്റർ. അപ്പോൾ ജോൺ എന്നുള്ള വ്യക്തി അവിടെ എൻ്റെ മെൻറ്ററാണ്. അതായത് ഞാൻ ജോൺ എന്ന വ്യക്തിയെ അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. ജോൺ എന്നുള്ള ഒബ്ജക്റ്റിൻ്റെ മറ്റൊരു ഡിസ്ക്രിപ്ഷനാണ് മൈ മെൻറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ മെൻറ്റർ എന്നുള്ളത് ഒബ്ജക്റ്റായ ജോണിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ആ ഒരു കംപ്ലീറ്റ് സെൻസ് കിട്ടിയത് ആ ഒരു കോംപ്ലിമെൻ്റ് കൂടെ കൊടുത്തപ്പോഴാണ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് തന്നെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിളിൽ കണ്ടു, മെൻറ്റർ എന്നുള്ള നൗൺ തന്നെയാണ് ഇവിടെ ഒബ്ജക്റ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലിയർ ആണ്, നൗണിനെ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് മാത്രമല്ല ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടും അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കോംപ്ലിമെൻറ്റ്സിനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ബോത്ത് സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് ആസ് വെൽ ആസ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ കോംപ്ലിമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഡിസ്ക്രൈബ് ചെയ്യുക, സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സബ്ജക്റ്റ് വി നോ ബൈ കംപ്ലീറ്റിംഗ് ദ മീനിങ് ഓഫ് ദ ലിങ്കിങ് വേർബ് ബിറ്റ്വീൻ ദെം. അതെങ്ങനെയാണ് സബ്ജക്റ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ലിങ്കിങ് വേർബിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടാണ് അത് സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ലിങ്കിങ് വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിങ്കിങ് വേർബ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് വേർബിനെയാണ് നമ്മൾ ലിങ്കിങ് വേർബ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിളിലേക്ക് വരാം. സാൻചോ പാൻസ വാസ് എ ബാർബർ ബിഫോർ ഹി ടേൺഡ് എ ഫോളോവർ ഓഫ് ഡോൺ ക്വിഹോട്ടെ. അതിൽ സാൻചോ പാൻസ വാസ് എ ബാർബർ എന്നാണ്. വാസ്, അവിടെ വാസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ലിങ്കിങ് വേർബാണ്. വാസ് മാത്രമല്ല, ബിഫോർ ഹി ടേൺഡ് എ ഫോളോവർ, ആ ടേൺഡും അവിടെ എന്ത് തന്നെയാണ്? ലിങ്കിങ് വേർബാണ്. അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയുന്നില്ല, പകുതിയുമുള്ള മീനിങ് മാത്രമേ പറയുന്നുള്ളൂ. ഇൻകംപ്ലീറ്റ് മീനിങ് ആണ്. ആ ഇൻകംപ്ലീറ്റ് മീനിങ്ങിന് ഒരു കംപ്ലീഷൻ നൽകിയത് തീർച്ചയായും ആ കോംപ്ലിമെന്റ്സ് തന്നെയാണ്. വാസ് എ വാട്ട് ബാർബർ ബിഫോർ ഹി ടേൺഡ് എ ഫോളോവർ. കണ്ടോ? അപ്പോൾ ആ ടേൺഡും വാസും അവിടെ ലിങ്കിങ് വേർബ്സ് ആണ്. ആ ലിങ്കിങ് വേർബ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ മീനിങ് അവിടെ ഈ രണ്ട് കോംപ്ലിമെന്റ്സും നിർവഹിക്കുന്നുണ്ട്, ബാർബറും ഫോളോവറും നിർവഹിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർബ്സ് എന്ന് പറയുന്നത് ബിയുടെ പല ഫോംസ്, പിന്നെ ടേൺ, അപ്പിയർ, ബിക്കം, ഫീൽ, ഗ്രോ, ടേസ്റ്റ്, സ്മെൽ, സീം എക്സെട്ര ഇതൊക്കെയാണ്. ഇനി ഒബ്ജക്റ്റ് കോംപ്ലിമെന്റിലേക്ക് വരാം. ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ക്ലിയർ ആണ്, ഒരു നൗണിന് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ടും ഒബ്ജക്റ്റായിട്ടും സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടും ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ജോർജ് ഈസ് എൻ ഓഫീസർ ഇൻ ദി ആർമി. അവിടെ നമുക്കറിയാം ജോർജ് ആണ് അവിടെ നൗൺ. ജോർജ് എന്താണ്? ആൻ ഓഫീസറാണ്. അപ്പോൾ ജോർജിനെ കോംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആൻ ഓഫീസർ എന്നുള്ളത് അവിടെ സബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്, ജോണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു സെൻറ്റൻസ് നോക്കുക. ദേ മെയ്ഡ് ഹിം ക്യാപ്റ്റൻ. അവിടെ ദേ എന്നുള്ള പ്രോനൗൺ അവിടെ സബ്ജക്റ്റ് ആയിട്ടും ഹിം എന്നുള്ളത് അവിടെ ഒബ്ജക്റ്റ് ആണ്. ആ ഹിമ്മിനെ അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് ക്യാപ്റ്റൻ എന്നുള്ള കോംപ്ലിമെന്റ് വെച്ചിട്ട്. അപ്പോൾ ക്യാപ്റ്റൻ അവിടെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അപ്പം നൗണിന്റെ ഇത്രയും ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചു. ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടൊക്കെ അറിയാം, ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ അറിയാം, സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടൊക്കെ അറിയാം, ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടൊക്കെ അറിയാം. ഇനി അടുത്ത ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എ നൗൺ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എൻ അപ്പോസിറ്റീവ്. ഇനി അപ്പോസിറ്റീവ് എന്താണെന്ന് നമ്മൾ നോക്കുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് അപ്പോസിറ്റീവിലേക്ക് വരാം. ലുക്ക് അറ്റ് ദ സെന്റൻസ്. ജോൺ മൈ നെക്സ്റ്റ് ഡോർ നെയ്ബർ ഡസ് നോട്ട് ലൈക്ക് കാറ്റ്സ്. അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ജോൺ മൈ നെക്സ്റ്റ് ഡോർ നെയ്ബർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജോൺ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അവിടെ തൃപ്തി വന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ ജോണിനെ പറ്റി ആഡ് ചെയ്തു, മൈ നെക്സ്റ്റ് ഡോർ നെയ്ബർ.
പക്ഷെ അവിടെ ജോണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിലും കോംപ്ലിമെന്റ് ചെയ്തിരിക്കുകയല്ല, ഒരു സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ട് അതവിടെ മാറിയിരിക്കുകയാണ്. ജോണിന്റെ മറ്റൊരു വിശേഷണമാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. ജോൺ മൈ നെക്സ്റ്റ് ഡോർ നെയ്ബർ, അല്ലെങ്കിൽ ജോണും മൈ നെക്സ്റ്റ് ഡോർ നെയ്ബറും സിനോണിമസ് ആണെന്ന് നമുക്ക് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ അപ്പോസിറ്റീവ് എന്ന് പറയുന്നത്. ശരിക്കും അപ്പോസിറ്റീവ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ സബ്ജക്റ്റ് ആൻഡ് ഇസ് യൂസ്ഡ് ഇൻ ദ സെയിം വേ ആസ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് പോലെ തന്നെ യൂസ് ചെയ്യുന്നു, എന്നാൽ സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു, എന്നാൽ സബ്ജക്റ്റിനെ പോലെ തന്നെ തുല്യ പ്രാധാന്യമാണുള്ളത്. വെറും ഒരു കോംപ്ലിമെന്റ് അല്ല അത്. സബ്ജക്റ്റിനെ പോലെ തന്നെ തുല്യ പ്രാധാന്യം അതിനുണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റിനോട് സിനോണിമസ് ആണെന്ന് നമുക്ക് പറയാം. ഇൻ മോസ്റ്റ് cases the head phrase and the appositive are synonymous. ചില കേസസിൽ ഈ അപ്പോസിറ്റീവ് ചിലപ്പോൾ ഇത്തിരി മാറി അപ്പിയർ ചെയ്യാറുണ്ട് ഒരു സെന്റൻസിൽ. ഫോർ എക്സാമ്പിൾ, എ സർപ്രൈസ് awaited him the news of his uncle's promotion. അവിടെ നമുക്കറിയാം എ സർപ്രൈസ് awaited him. അപ്പോൾ എ സർപ്രൈസ് ഏത് സർപ്രൈസ് ആണ്? ഹിസ് അങ്കിൾസ് പ്രൊമോഷൻ. അപ്പോൾ സർപ്രൈസ് എന്നുള്ള സബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു സിനോണിമാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്കിൾസ് പ്രൊമോഷൻ. അപ്പോൾ സർപ്രൈസ് പോലെ തന്നെ തുല്യ പ്രാധാന്യം അങ്കിൾസ് പ്രൊമോഷന് ഉണ്ട്, പക്ഷെ അത് കുറച്ച് മാറിയാണ് വന്നിരിക്കുന്നത് അല്ലേ. കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും അപ്പോസിറ്റീവ് സെന്റൻസിൽ അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് കൂടുതൽ അപ്പോസിറ്റീവ്സിന്റെ എക്സാമ്പിൾസ് നോക്കാം. മൈ ഫാദർ എ റിട്ടയർഡ് ടീച്ചർ സ്പെൻഡ്സ് ഹിസ് ടൈം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അവിടെ മൈ ഫാദർ ആരാണ്? എ റിട്ടയർഡ് ടീച്ചർ. അപ്പോൾ മൈ ഫാദറിനും എ റിട്ടയർഡ് ടീച്ചറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ എ റിട്ടയർഡ് ടീച്ചർ എന്നുള്ളത് അപ്പോസിറ്റീവും മൈ ഫാദർ എന്നുള്ളത് സബ്ജക്റ്റുമാണ്. മൈ ബ്രദർ an electrical engineer returned from the States yesterday. അവിടെ മൈ ബ്രദർ ആരാണ്? ദ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. അപ്പോൾ ദ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും മൈ ബ്രദറും സെയിം തന്നെയാണ് അല്ലേ. അതുകൊണ്ട് മൈ ബ്രദർ സബ്ജക്റ്റും ദ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അപ്പോസിറ്റീവുമാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് സമപ്പ് ചെയ്യാം എന്തൊക്കെയാണ് നൗണിന്റെ ഫംഗ്ഷൻസ്. ഒന്നാമത്തെ ഫംഗ്ഷൻ അറിയാം, ആസ് ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഒബ്ജക്ട് ഓഫ് എ സെന്റൻസ്. മൂന്നാമത്തെ ഫംഗ്ഷൻ ആസ് എ സബ്ജക്ട് കോംപ്ലിമെന്റ് ഓർ എൻ ഒബ്ജക്ട് കോംപ്ലിമെന്റ്. ആൻഡ് ദ ഫോർത്ത് ഫംഗ്ഷൻ ഇസ് ആസ് എൻ അപ്പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നൗൺ ഈ രീതികളിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നൗൺ ക്ലോസിനെയും നമുക്ക് ഇതേ രീതിയിലൊക്കെ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നൗൺ ക്ലോസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നൗണിലേക്ക് വന്നത്. അപ്പോൾ നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി എ ക്ലോസ് ദാറ്റ് പെർഫോംസ് ദ ഡ്യൂട്ടി ഓഫ് എ നൗൺ. അപ്പോൾ ഇപ്പോൾ നൗണിന് ഏതൊക്കെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ നൗൺ ക്ലോസിനും ഇതേ ഡ്യൂട്ടീസ് ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. It can be used as an object of a verb. It can be used as complements, both subject and object complement. And it can be used as an appositive. Okay. ഇനി noun clauseലേക്ക് നമുക്ക് കൂടുതലായിട്ട് വരാം. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ noun clauseന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. The noun clause can be used as the subject of a sentence എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Look at the following sentences. What he said is totally false. അതിൽ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? വാട്ട് ഹി സെഡ് അല്ലേ, എന്താണ് അവൻ പറഞ്ഞത് എന്നുള്ളത്. അത് ടോട്ടലി ഫാൾസ് ആണ്. അപ്പോൾ എന്താണ് അവൻ പറഞ്ഞത് എന്നുള്ളതാണ്, അത്രയും ഭാഗമാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അവിടെ പ്രോനൗണും ഉണ്ട്. അപ്പോൾ അത് നൗണിന്റെ ധർമ്മമാണ് ആ ഒരു സെന്റൻസിൽ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അത് നൗൺ ക്ലോസ് ആണ്. അതുകൊണ്ട് ആ നൗൺ ക്ലോസ് അവിടെ സബ്ജക്റ്റിന്റെ ധർമ്മമാണ് പെർഫോം ചെയ്യുന്നത്. ഇനി അടുത്ത സെന്റൻസ് നോക്കുക. വൈ ഹി റിസൈൻഡ് ഹിസ് ജോബ് ഇസ് സ്റ്റിൽ എ മിസ്റ്ററി. സംതിങ് ഇസ് മിസ്റ്ററി സ്റ്റിൽ. എന്താണ്? വൈ ഹി റിസൈൻഡ് ഹിസ് ജോബ്. അവൻ എന്തുകൊണ്ട് ജോബ് റിസൈൻ ചെയ്തു എന്നുള്ളതിനെ പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് ഹെഡ് ക്ലോസ് അല്ലെങ്കിൽ സബ്ജക്റ്റ്. അതുകൊണ്ട് അവിടെ നൗൺ ക്ലോസ് സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈ ഹി റിസൈൻ ഹിസ് ജോബ്. നെക്സ്റ്റ് വൺ, ദാറ്റ് ഡിസീസസ് ആർ ഗോഡ്സ് പണിഷ്മെന്റ് ഫോർ ഈവിൽ ഡൂയിങ് ഇസ് എൻ ഓൾഡ് എക്സ്പ്ലോർഡ് ഐഡിയ. എന്താണ് ഓൾഡ് എക്സ്പ്ലോർഡ് ഐഡിയ? That diseases are God's punishment for evil. തെറ്റ് ചെയ്യുമ്പോൾ ദൈവം ശിക്ഷിക്കുന്ന ഒരു രീതിയാണ് അസുഖങ്ങൾ വരുന്നത് എന്നുള്ളത് ഒരു പഴകിയ ചിന്താഗതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? തെറ്റ് ചെയ്യുന്നതിന് ദൈവം നൽകുന്ന പണിഷ്മെന്റ് ആണ് അസുഖങ്ങൾ എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ അത്രയും ഭാഗമാണ് അവിടെ സബ്ജക്റ്റ് ഏരിയ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അവിടെ ആ നൗൺ ക്ലോസ് സബ്ജക്റ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഹൗ ദിസ് ബ്ലഡി സീക്വൻസ് വിൽ എൻഡ് ഇസ് എനിബഡീസ് ഗെസ്. എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഹൗ ദിസ് ബ്ലഡി സീക്വൻസ് വിൽ എൻഡ്. So that is the subject area, and here we can see that the noun clause, it functions as the subject of that sentence. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് noun clause എങ്ങനെയാണ് സബ്ജക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി noun clause എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓഫ് ദ verb ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. A noun clause can also function as the object of a verb, a participle,
എ പ്രിപ്പസിഷൻ ഓർ ആൻ ഇൻഫിനിറ്റീവ്. വേർബിന്റെ മാത്രം ഒബ്ജക്റ്റ് ആയിട്ടല്ല അതിന് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു പാർട്ടിസിപ്പിളിന്റെ വേർബൽ എലിമെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രിപ്പസിഷന്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റീവിന്റെയോ ഒക്കെ ഒബ്ജക്റ്റ് ആയിട്ട് അതിന് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ടു ആണ്. ടു പ്ലസ് എ വേർബ് ഫോം. ടു ഈറ്റ്, ടു വെയിറ്റ്, ടു ഗോ, ഇതൊക്കെ ഇൻഫിനിറ്റീവിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ടു ആണ് അവിടെ ഇൻഫിനിറ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നൗൺ ക്ലോസിന് വേർബിന്റെയും പാർട്ടിസിപ്പിളിന്റെയും പ്രിപ്പസിഷന്റെയും ഇൻഫിനിറ്റീവിന്റെയും ഒക്കെ ഒബ്ജക്റ്റ് ആയിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും. അതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ആർ നോട്ട് ചിൽഡ്രൻ. അവിടെ ഒബ്ജക്റ്റ് ഏതാണ്? എന്താണ് റിമെമ്പർ ചെയ്യുക? നിങ്ങൾ കുട്ടികളല്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കുട്ടികളല്ല എന്നുള്ളതാണ് ആ ഒബ്ജക്റ്റ് ഏരിയ എന്നുള്ളത്. അത് പക്ഷേ ഒരു നൗൺ ക്ലോസ് ആണ് അല്ലേ? അവിടെ ആ നൗൺ ക്ലോസ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ നോക്കുക. വി ആർ റിയലി സർപ്രൈസ്ഡ് അറ്റ് വാട്ട്? അറ്റ് വാട്ട് ഹാസ് ഹാപ്പൻ. വി ആർ റിയലി സർപ്രൈസ്ഡ് എന്നുള്ളത് സബ്ജക്റ്റ് ഏരിയയും എന്തിനാലാണ് സർപ്രൈസ്ഡ് ആയത്? അറ്റ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. അവിടെ ആ നൗൺ ക്ലോസ് ഒരു പ്രിപ്പസിഷന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നൗൺ ക്ലോസസ് നൗൺ പോലെ തന്നെ കോംപ്ലിമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. ദ ട്രബിൾ വിത്ത് എ കിറ്റൺ ഇസ് ദാറ്റ് ഇറ്റ് ബിക്കംസ് എ ക്യാറ്റ്. ആ സെന്റൻസിൽ ദ ട്രബിൾ വിത്ത് എ കിറ്റൺ എന്നുള്ള ഭാഗം സബ്ജക്റ്റുമാണ്. എന്താണ് ആ ട്രബിൾ എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഇറ്റ് ബിക്കംസ് എ ക്യാറ്റ്. അതാണ് അവിടെ ആ നൗൺ ക്ലോസിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വാട്ട് ഐ ലൈക്ക് അബൌട്ട് ക്ലൈവ് ഇസ് ദാറ്റ് ഹി ഈസ് നോട്ട് അലൈവ്. അതിൽ വാട്ട് ഐ ലൈക്ക് അബൌട്ട് ക്ലൈവ് എന്ന് പറയുന്നതാണ് ആ നൗൺ ക്ലോസിന്റെ സബ്ജക്റ്റും ദാറ്റ് ഹി ഈസ് നോട്ട് അലൈവ് എന്നുള്ളത് അവിടെ കോംപ്ലിമെന്റുമാണ്. ഇനി നമുക്ക് നൗൺ ക്ലോസ് നൗൺ പോലെ തന്നെ ഒരു അപ്പോസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. എ നൗൺ ക്ലോസ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ അപ്പോസിഷൻ ടു എ നൗൺ. അപ്പോസിറ്റീവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ സെയിങ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് ഹാസ് എ ലോട്ട് ഓഫ് ട്രൂത്ത് ഇൻ ഇറ്റ്. അവിടെ നോക്കുക, ദ സെയിങ് എന്നുള്ളതാണ് അവിടെ സബ്ജക്റ്റ്. ഓക്കെ, എന്താണ് ആ സെയിങ്? ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ ആ ദ സെയിങ് എന്നുള്ള സബ്ജക്റ്റിന്റെ സിനണിമാണ് ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അപ്പോൾ രണ്ടും അവിടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ള ക്ലോസ് അതവിടെ അപ്പോസിറ്റീവിന്റെ ഫംഗ്ഷനാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് വാസ് കൺഫേംഡ് ദാറ്റ് ഓൾ മെൻ എസ്കേപ്ഡ്. ഇറ്റ് വാസ് കൺഫേംഡ്. എന്താണ് കൺഫേം ചെയ്തത്? ദാറ്റ് ഓൾ മെൻ എസ്കേപ്ഡ്. അവിടെ ദാറ്റ് ഓൾ മെൻ എസ്കേപ്ഡ് എന്നുള്ളത് നൗൺ ക്ലോസ് അപ്പോസിറ്റീവായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതിന്റെ എക്സാമ്പിളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നൗൺ ക്ലോസ് നമുക്ക് നൗൺ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുമോ ആ രീതിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, കോംപ്ലിമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ അപ്പോസിറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ക്ലോസ്, ചിലപ്പോൾ വാട്ട് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് ക്ലോസ് അനാലിസിസ്, വാട്ട് ഈസ് എ നൗൺ ക്ലോസ്, what are the functions of nouns in a sentence, what are the functions of noun clauses, what is an appositive, what is a complement. അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ടാണെങ്കിൽ സെൻറ്റൻസസ് തന്നിട്ട് അതിലെ നൗൺ ക്ലോസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും, അപ്പോസിറ്റീവ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. So that is all about the chapter, the noun clauses. Thank you for listening and watching.